ആ മോരിങ്ങടുത്തെ. അടുത്ത വർഷത്തെ പിറന്നാൾ ഇങ്ങനെയൊന്നുമല്ല, അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാ. വളരെ കേവലമായിട്ട് നടത്തണമെന്നാ ഞങ്ങൾക്കൊക്കെ. ഈ ആഘോഷങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ആ, മാധവൻകുട്ടിയുടെ അളിയന് എവിടെയാ ജോലി എന്ന് പറഞ്ഞേ? ഓ, അദ്ദേഹത്തിനോ? PWDയിലെ വലിയ ഉദ്യോഗസ്ഥനാ. ഓ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ? അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പ്യൂണാണ്. അളിയനും മുരിങ്ങയ്ക്ക് വളരെ ഇഷ്ടമായി തോന്നുന്നു. ഇട്ടുകൊടുക്കടി. അളിയോ, പതുക്കെ കഴിച്ചാ മതി, തൊണ്ടേ തങ്ങും. വെറുതെ ഞാനും മുരിങ്ങയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ മുരിങ്ങയ്ക്ക ചവച്ച് തന്നെയാ തിന്നാറ്. നിങ്ങളെപ്പോലെ വിഴുങ്ങൊന്നുമല്ല, കുറച്ച് നേരായിട്ട് സഹിക്കാണ്. നിങ്ങൾ അപമാനിച്ചുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങി പോകുന്നൊന്നും വിചാരിക്കണ്ട. അച്ഛൻ എന്നെ ഓഫീസിൽ വന്ന് നേരിട്ട് ക്ഷണിച്ചിട്ട് തന്നെയാ ഞാൻ ഈ സദ്യക്ക് വന്നിരിക്കുന്നത്. മനുഷ്യന് നാണം കൃത്തം വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. വരാതിരുന്നൂടെ? നിന്നെ അപമാനിച്ചത് ഞങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്താ അവന്റെ പേര്? മാധവൻകുട്ടി. ആ, മാധവൻകുട്ടി. അവനോട് ഇപ്പൊ തന്നെ ചോദിക്കണം. മാധവൻകുട്ടി, കുടിച്ചാ വയറ്റി കിടക്കണം. നിനക്ക് എന്റെ ദുഃഖം പറഞ്ഞാൽ മനസ്സിലാവൂല. അവിടെ ഇരിക്കേ. PWD ഓഫീസിലെ ഒരു പ്യൂണിനെ അപമാനിക്കാൻ എവനാര്? ശപ്പൻ. ദുഃഖം മറക്കാൻ നീ കുടി കണ്ണ. ഇങ്ങോട്ട് ഇതെന്തായി കാണിക്കുന്നത്? ഹരി, അവൻ 2 എണ്ണം വിട്ടാലേ ശരിയാവൂ. പണ്ട് മധു ഒരു സിനിമ പറഞ്ഞ പോലെ, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കുടിയാ പറ്റി. ഞാൻ കഴിക്കാറില്ല. കുടിക്കണ്ടെങ്കിൽ വേണ്ട. ആ, പച്ച പാവം. കള്ളു കുടിക്കില്ല, സീട്ട് വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല. അങ്ങനെയുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അത് മറക്കാൻ വേണ്ടി ഞാൻ കുടിക്കും. ഗോവിന്ദേട്ടാ, ഈയിടെയായിട്ട് കുറെ ഓവർ ആവുന്നുണ്ട്. കമലി ചേച്ചി പോവാൻ പറയാ. കമലു ചേച്ചി അവളെ ഇടിക്കുക. ആ കണ്ണ, ഞാൻ ഇന്നലെയാണ് നിന്റെ വൈഫിനെ ബസ്സിൽ വെച്ച് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച് ആണാണെന്ന്, പിന്നെ ഒച്ച കേട്ടപ്പോഴാണ് മനസ്സിലായത് പെണ്ണല്ലെന്ന്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന് കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ചാണോ നീ പോടാ? നായിന്റെ മോനെ. ഇല്ല ഇല്ല ഇല്ല. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ച് നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? കണ്ണാ, നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ? ഇല്ല. എന്നാ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. 18ാമത്തെ അടവ് പൂഴിക്കടകൻ. ശാരീരിക ബന്ധം. അത് വീഴാത്ത ഒരു പെണ്ണുമില്ല. അതിനാദ്യം തന്നെ അവളൊന്ന് അടുക്കണ്ടേ? ഇതാ ഞാൻ പറയുന്നത്, കള്ളു കുടിച്ചാ ബോധം വേണമെന്ന്. ബോധത്തോടുകൂടി തന്നെ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മര്യാദയ്ക്ക് ചോദിക്കും, തന്നില്ലേ തട്ടിപ്പറിക്കും. അതെ, സമയമാവുന്നു, എനിക്ക് പോണം. അവിടെ നിൽക്കണേ. ഗോവിന്ദത്തെ കാര്യം പറ. എന്നാ തെളിച്ച് പറയാം. ഒറ്റ വഴിയേ ഉള്ളൂ, ബലാത്സംഗം. സ്വന്തം ഭാര്യ ബലാത്സംഗം ചെയ്യാനോ? പിന്നെ വല്ലവന്റെയും ഭാര്യയാണോ? ജയിലിൽ പോവാടാ, നീ അവനെ നശിപ്പിക്കും. കണ്ണാ, മതം പൊട്ടിയ ആന പോലും തോട്ടി കൊണ്ട് കുത്തിയ അവിടെ നിൽക്കും. പിന്നല്ലേ പെണ്ണ്. ഗോവിന്ദേട്ടാ, ഒരു സംശയം. എന്ത് സംശയം വേണേലും ചോദിച്ചോളൂ. ഈ വിഷയത്തിൽ PhD എടുത്തവനാടാ ഈ ഗോവിന്ദൻ. ഇല്ല, സംശയമൊന്നുമില്ല. എന്നാ ചെല്ല്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ചെല്ല്.
ഒന്നിട്ടാ ഇങ്ങനെ അതെ. നേരെ ഉച്ചയായോ? ഇല്ല, നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. അമ്പലക്കുളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇയാളുടെ തലക്ക് വെളിവ് വന്നില്ലേ? ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ സൈക്കിളിൽ വന്നോളാം. ഇങ്ങോട്ട് ഇറങ്ങണോ? വേണ്ട, ടാക്സി വിളിക്കാം. കണ്ണനെ വിളിക്കടാ. അതാ ഞാൻ വിളിക്കാൻ. വിശേഷമൊക്കെ നമുക്ക് വീട്ടിൽ എന്ന് പറയാം. ഈ സമയം എന്താ എവിടാ? കണ്ണന്റെ വീടാന്നോ? സൂക്ഷിക്കണേ. അവിടെ ഒരു കണ്ണാടി. ഓടിക്കോ. എന്തിനാ കുഞ്ഞെ കുളിക്കുമ്പോ കരയുന്നേ? മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. പാതിരാത്രി ആവുന്നവരെ കള്ളും കുടിച്ച് നടക്കുക. ഇങ്ങനെയുണ്ടോ? നിന്നോടാ എന്റെ അമ്മ പറയുന്നത് കേട്ടോ. അടുത്ത വീട്ടിലുണ്ട് ആണുങ്ങള്. നിങ്ങളുടെ മാതിരി മേഞ്ഞ അടക്ക. അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളും ഉണ്ട്. നീ അതുമാതിരിയാ? കാർത്താനിയടത്തിയുടെ ഭർത്താവിന് എന്താ ജോലിയില്ലേ? 5000 ഉറുപ്പിക ശമ്പളമുണ്ട്. അവളൊന്ന് നോക്കിയാ മതി, അയാള് മൂത്രമൊഴിക്കും. അവക്കൊക്കെ കളിയാക്കാൻ ഒരു കാരണമായി. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? തലയിലെടുത്ത് നീ സാഗറിനൊന്ന് കുളിപ്പിക്ക. എനിക്ക് വയ്യ. നിക്കവിടെ കൊള്ളു കുടിച്ച വയറ്റി കിടക്കണം. എനിക്കറിയാം പണ്ട് എനിക്ക് സ്വഭാവം ഉണ്ടെന്ന്. എന്റെ കമലു അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. നിങ്ങൾ കാണിച്ചതോ? നിക്കറ് ഇട്ടോണ്ട് വല്ലവരുടെയും വീട്ടുമുറ്റത്ത് കക്കാൻ പോയതാ? അല്ല, നിക്കാൻ പോയതാ. ഇരിക്കുന്നു. ആര് കണ്ട് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതാ. കുടുംബം മോശാണ്, വേണ്ട വേണ്ടാന്ന്. വേറൊരു മണങ്ങനുണ്ട്, അരി. അരിയല്ല, അരി മനുഷ്യ. അവന് പണിയും തരൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണോ? കണ്ടോ ഇല്ലേ? മോൻ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോ? അല്ല, ഹരിയോ നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗോപിയേട്ടാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ. അവിടെ എന്തെടുക്കുക? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹരി ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. വേണ്ട, ഇപ്പൊ തന്നെ വയറിറച്ച് കുടിച്ച്. ഓ, ഒരു ചായക്കും കൂടിയുള്ള സ്ഥലമല്ലേ നിന്റെ വയറ്റില്? അവിടെ ഇരിക്കടാ. കമലു, എനിക്കും കൂടി ഒരു ചായ എടുത്തോ. ഇപ്പൊ തന്നെ തരാം. പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വേണ്ട, അവൻ ചളവാക്കുന്നു. അപ്പോഴാ ഒരു പുതിയ നമ്പർ 18ാമത്തെ അടവ പൂഴിക്കടകനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നാറി നാശമായില്ലേ?
അടവിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മർമ്മത്തിൽ ഏൽപ്പിക്കാതെ എന്റെ തെറ്റാ. മർമ്മത്തിലേറ്റു. അവളുടെ പാട്ടിന് പോയി. ചേട്ടൻ കണ്ണന്റെ വീട്ടിൽ പോയില്ലേ? ഇങ്ങോട്ടൊന്നേ. അതെ, കണ്ണൻ ആകെ അപ്സെറ്റ് ആയിരിക്കാം. ആരോടും ഒരക്ഷരം പോലും പറയാതെ അവളെ ഇറങ്ങിപ്പോയിന്ന്. സംഗതി സീരിയസ് ആവുമെന്നാണ് എന്റെ പേടി. നിനക്ക് പെണ്ണുകട മനഃശാസ്ത്രം അറിഞ്ഞൂടാ. എന്തെങ്കിലും മതി പൊട്ടിത്തെറിക്കാൻ. അപ്പൊ ഉടക്കരുത്, പൊട്ടലിന്റെ ശക്തി കൂടും. അത് കഴിഞ്ഞ് പോയ സ്പീഡിലേക്ക് തിരിച്ചു വരും. വരൂ. പിന്നെ ഇല്ല ഇല്ല, ഇനി ഞാൻ പോവില്ല. ഇതുവരെ അച്ഛന് വേണ്ടി ഞാൻ സഹിച്ചു. ഇനി എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. എന്താ ഉണ്ടായെന്ന് നീ പറയുന്നില്ല മോളെ. ഒരു പൊട്ടന്റെ കൂടെ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി എത്ര കാലം എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക? അവൾ ആകെ വിഷമിച്ചിരിക്കുക. എന്തിനു വെറുതെ? ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട. നീ അത് പോ. രാധികെ, ഇഷ്ടമില്ലെങ്കിൽ ബന്ധം വേണ്ടെന്ന് ഒരു വാക്ക് നീ പറഞ്ഞാ മതി. മാധവൻകുട്ടി, എടുത്തുചാട്ടം നന്നല്ല മോനെ. എന്താ ഈ പറയുന്നത്? അച്ഛൻ ഇവളോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം തുടരാൻ അവളെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ. അവിടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അച്ഛൻ നിൽക്കൂടാ. മോളെ, മോടെ മനസ്സിന് മുറിവേക്കുന്ന എന്തെങ്കിലും അവിടെ സംഭവിച്ചോ? ഇല്ലെങ്കിൽ കഴിഞ്ഞതെല്ലാം വേണ്ട അച്ഛ, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വയ്യ.